Hi everyone, welcome to our another video. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Razorpay ഡാഷ്ബോർഡിൽ പുതിയ അപ്ഡേറ്റിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റിപ്പോർട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിനായി നമുക്ക് ഇവിടെ മോർ ഓപ്ഷനിൽ നാലാമത്തെ ഓപ്ഷൻ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ വിൻഡോ ലോഡ് ആവുന്നതായിരിക്കും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കസ്റ്റം സെറ്റിൽമെൻറ്റ് റൂട്ട് റിപ്പോർട്ട് എന്ന സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയതായ ഒരു വിൻഡോ അപ്പോൾ ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ ഡിഫോൾട്ടായി കസ്റ്റം സെറ്റിൽമെൻറ്റ് റൂട്ട് റിപ്പോർട്ട് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അവിടെ നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന സെറ്റിൽമെൻറ്റ് റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് സെലക്ട് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമാറ്റാണ്. ഞാനിവിടെ എക്സലാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മുടെ പീരീഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ലാസ്റ്റ് വീക്കാണ് കൊടുത്തേക്കുന്നത്. ഈ റിപ്പോർട്ട് ഇവിടെ മെയിലിലേക്കും ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുത്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അതെടുക്കാനായി നമ്മൾ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോഡ് ആവുന്നതായിരിക്കും. ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി റിപ്പോർട്ട്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെറ്റിൽമെൻറ്റ് എമൗണ്ട് ആണ്. അതിനുശേഷം സെറ്റിൽമെൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതിനുശേഷം ട്രാൻസാക്ഷൻ ഡേറ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഫൈനലി നമ്മൾ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ ടൈപ്പ് ഇവിടെ കാണിക്കുന്നതാണ്. അതിൽ പ്രീപെയ്ഡ് ആൻഡ് പോസ്റ്റ്പെയ്ഡ് ഉണ്ട്. പ്രീപെയ്ഡ് എന്നത് ആഡ് ബാലൻസിനെ സൂചിപ്പിക്കുന്നു. പോസ്റ്റ്പെയ്ഡ് എന്നത് ഓട്ടോ C2C റീപേയ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.